വ്യത്യസ്തമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഇന്നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 126 സങ്കീർത്തനം, അതിന്റെ 5-6 വാക്യങ്ങൾ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചുകൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം വായിച്ച വചനത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും എന്നുള്ളതാണ്. ഈശ്വരോ, അത് ഏത് മേഖലയിലായിരുന്നാലും അങ്ങനെ തന്നെയാകട്ടോ. വ്യക്തം ചെയ്യും. ഇവരെ ആയിരക്കണക്കിന് വിത്തുകൾ വിതച്ചാലും ലളിയ കർത്താവ് അത് ഓരോന്നോരോന്നായി വളരാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ആ വിത്തുകളെല്ലാം കെട്ടുപോകും. വിത്തുകൾ കട്ടകൾക്കിടയിൽ കിടന്ന് കെട്ടുപോകുമെന്ന് പറഞ്ഞാല് അതെല്ലാം കെട്ടുപോകും. കാരണം ആ വിത്തിന്റെ ഉള്ളിലിരിക്കുന്ന ജീവനെ തട്ടി എഴുന്നേൽപ്പിക്കുക. ആ തട്ടി എഴുന്നേൽപ്പിക്കുന്ന ആ വിത്തിന്റെ ജീവൻ അത് മുളച്ചു വരുമ്പോൾ ആ മുളയ്ക്കുന്ന ചെടിയുടെ വേരുകളെ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറക്കി വിടുക. മാത്രമല്ല, ഈ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന വേര് ആ സസ്യത്തിന് ആവശ്യമായുള്ള വെള്ളം ഭരിച്ചു കൊണ്ടുവരത്തക്ക നിലയിലാണ് ആ വൃക്ഷം വളരുന്നത്, സസ്യം വളരുന്നത്. മനോഹരമായ കുരുന്നിലകൾ അല്ലെങ്കിൽ ചെറിയ ഇലകൾ അതിന് വളർന്നു വരുമ്പോഴേ ആ വിതച്ച വ്യക്തിക്ക് വളരെ സന്തോഷമാണ്. നിങ്ങളൊരു ചെറിയ വിത്ത് വിതച്ച് ആ വിത്ത് മുളച്ച് എന്റെ ഇലയ്ക്ക് വീണ് നിങ്ങൾക്ക് പറഞ്ഞ സന്തോഷം നിങ്ങളെ വളരെ ശ്രദ്ധിക്കും. അതുപോലെ തന്നെയാണ് അല്ലേലൂയ, ആയിരക്കണക്കിന് ജനങ്ങൾ വസിക്കുന്ന ഒരു വ്യക്തിയുടെ മധ്യേ ഒരു സുവിശേഷകൻ വചനമാകുന്ന വിത്ത് വിതച്ചാൽ ആ വിത്തിനകത്തുള്ള ജീവൻ ആ മനുഷ്യന്റെ ഉള്ളിൽ വെളിപ്പെട്ട് ആ മനുഷ്യൻ പുതിയ മനുഷ്യനായി മാറും. ഈ വിതച്ച വിത്ത് കർത്താവ് വളരുവാൻ അവസരം കൊടുത്ത് അതിന് ജീവൻ കൊടുത്ത് അതിന്റെ വേരുകൾ ആഴങ്ങളിലേക്ക് അത് ചെറിയ മുള പൊട്ടി കുരുന്നിലകൾ വന്ന് അത് വലിയ സസ്യമായി വലിയ വൃക്ഷമായി മാറുന്നത് പോലെയാണ് ഒരു സുവിശേഷകന്റെ പ്രവൃത്തി കേട്ടോ. കാരണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ വസിക്കുന്ന ഒരു ഏരിയയിൽ താങ്കളെ ദൈവം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേലൂയ, താങ്കൾ കണ്ണുനീരോടെ ആ വചനമാകുന്ന വിത്ത് വിതച്ചാൽ ആയിരക്കണക്കിന് ആത്മാക്കളെ താങ്കൾക്ക് നേടിയെടുക്കാൻ കഴിയും. അല്ലേലൂയ. അപ്പൊ സുവിശേഷകൻ വചനമായ വിത്തുകൾ വിതച്ചാലും അത് പ്രത്യേകമായ രീതിയിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വീണ് അത് ഫലം പുറപ്പെടുവിക്കുന്നു. നമ്മൾ പറയുന്ന സുവിശേഷം കാതോർത്ത് കേൾക്കുന്നവരുണ്ട്, ശ്രദ്ധയോടെ കേൾക്കുന്നവരുണ്ട്. അവിടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വീഴുന്ന വചനമാകുന്ന വിത്ത് താമസിയാതെ ആ വ്യക്തിയിൽ ആ വചനം ജീവിക്കാൻ തോന്നും. അങ്ങനെ ആ വ്യക്തി അനുദപിച്ച് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് ദൈവ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കപ്പെടും. പ്രൈസലോ. അപ്പൊ ഈ വിത്ത് വിതയ്ക്കുക എന്നുള്ളതാണ്. പ്രൈസലോ. നിങ്ങൾ വിതയ്ക്കുവാൻ പുറപ്പെടുന്നുണ്ടോ? അതിരാവിലെ നിങ്ങൾ വിതയ്ക്കുവാൻ പോകുന്നുണ്ടോ? പ്രൈസലോ. നിങ്ങളുടെ വിത ഏത് വിധത്തിലാണ്? നിങ്ങൾ വിതച്ചത് എങ്ങനെയാണ്? പ്രൈസലോ. നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ വിതയ്ക്കേണ്ട ആ വിശ്വാസത്തിന്റെ വചനമായിരിക്കുന്ന ആ വിത്തുകൾ അല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഭാര്യയുടെ, ഭർത്താവിന്റെ, നിങ്ങളുടെ സഹോദരന്റെ, ബന്ധുമിത്രാദികളുടെ, ദേശക്കാരുടെ ഹൃദയത്തിന്റെ അകത്ത് വചനമാകുന്ന വിത്ത് വിതയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വ്യക്തം ചെയ്യാം. അല്ലേലൂയ. നിങ്ങൾ മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് ഈ വചനമാകുന്ന വിത്ത് വിതച്ചില്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ വെറും വ്യർത്ഥമാണ്. പ്രൈസലോ. അപ്പൊ നിങ്ങൾ ആ വചനം അല്ലെങ്കിൽ സ്തോത്രം വചനമാകുന്ന വിത്ത് വിതയ്ക്കുക മാത്രം പോരാ, ആ വിത്ത് വളർച്ച പ്രാപിക്കുന്നുണ്ടോ, അത് പുഴുവും അല്ലെങ്കിൽ വണ്ടും അതിനെ തുരന്ന് കളയുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു നിരത്തുകൊണ്ടൊരു വിത്ത് ഇട്ടാലും അത് വളർന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ വളരെ ശ്രദ്ധിക്കും. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ സുവിശേഷം പറയുന്നയാൾ വചനമാകുന്ന വിത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വളർന്ന് ജീവനായി കഴിയുമ്പോൾ ആ മനുഷ്യനെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈശ്വര. എന്ന് പറഞ്ഞാൽ വെയിൽ വരുന്നതിന് മുമ്പേ നിങ്ങൾ അതിന് വീണ്ടുന്ന വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്ത് തണലൊക്കെ കൊടുത്ത് ചെടിയെ വളർത്തിയെടുക്കണം. സൂര്യോദയത്തിന് മുമ്പേ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടേക്കണം.
വെയിൽ അല്പം കഠിനമായി പോയാൽ ആ സസ്യം ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലേ? അതുകൊണ്ട് വെയിൽ കഠിനമാകുന്ന വെയിൽ കൂടുന്നതിന് മുമ്പ്, വലിയ ചൂട് തട്ടും മുമ്പേ അല്ലേലിയ നിങ്ങൾ വിതച്ച വിത്തുകൾ അല്ലെ നനയണം. അല്ലേലിയ അത് ഭൂമിയിൽ വിതയ്ക്കുന്ന വിത്തുകൾ നമ്മൾ വെള്ളമൊഴിച്ച് നനയ്ക്കുമ്പോൾ വചനമാകുന്ന വിത്ത് നിങ്ങൾ മറ്റൊരാളുടെ ഹൃദയത്തിൽ വിതയ്ക്കുമ്പോൾ നിങ്ങൾ കണ്ണുനീരുകൊണ്ട് ആ വചനത്തെ നനച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ കരച്ചില് ശബ്ദം ഉണ്ടാകണം. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, കണ്ണുനീരോടെ നീ ഒന്ന് വിതച്ചു നോക്കും, നിന്റെ ഭവനത്തിനകത്ത് സമാധാനം ഉണ്ടാകും. കണ്ണുനീരോടെ എന്താണ്? ദൈവവചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കണം. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും വിതയെന്ന് പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞൊരു ഉപമയുടെ മാതൃകയാണ്. മത്തായിയുടെ സുവിശേഷം അല്ലെങ്കിൽ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞു, അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലിനരികെ ഇരുന്നു. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരം എല്ലാം കരയിലിരുന്നു. അപ്പൊ അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ കർത്താവ് പറയാം, പലരും പല കാര്യങ്ങളും യേശു ഉപമകളാണ്. നീ പറഞ്ഞ ഒരു ഉപമയാണ്, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ട് വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്ന് അല്ലേറിയ അത് തിന്നുകളഞ്ഞു. അല്ലേ? ചിലത് പാറസ്ഥലത്ത് വീണു. ഏറെ മണ്ണില്ലാത്തടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലാകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലാകിയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വിതച്ചു. അല്ലേറിയ മുള്ളിനിടയിൽ വിതച്ചു. അല്ലേറിയ സ്തോത്രം. ആ മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. സ്തോത്രം. നാലാമത് മറ്റു ചിലർ നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി അത് വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പം വഴിയരികെ വിതച്ചു, പാറസ്ഥലത്ത് വിതച്ചു, മുള്ളിനിടയിൽ വിതച്ചു, നല്ല നിലത്ത് വിതച്ചു. 4 വിധ വിതകളാണ്. അല്ലേ? അപ്പൊ യേശു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യേശു ശിഷ്യന്മാരുമായി ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞ, ഗുരുവെ, ഞങ്ങൾക്ക് ആ ഉപമകളെ കുറിച്ചൊന്ന് വെളിപ്പെടുത്തി തരണം. അപ്പൊ ആ ഉപമകളെ കുറിച്ച് യേശു വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ മത്തായി സുവിശേഷം 13-ന്റെ 19-ാമത്തെ വാക്യത്തിൽ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുള്ളിൽ ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടം വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതച്ചത്. അല്ലേലിയ. രണ്ടാമത് പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു എങ്കിലും വേരില്ലാതിരിക്കാൻ അവൻ ക്ഷണികനത്രയെന്ന്. വചന നിമിത്തം ഞെരുക്കുമോ ഉപദ്രവം നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. 2. മൂന്നാമത്തെ കാര്യം, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു എന്ന് പറയാം. 4-ാമത്തെ കാര്യം, നല്ല നിലത്ത് വിതച്ചിക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി. ഈ വചനം നമ്മുടെ നല്ല ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുമ്പോൾ, നല്ല ഹൃദയത്തിലേക്ക് വചനം വീണ് കഴിയുമ്പോൾ, ആ ഹൃദയത്തിൽ വീണ വചനത്തിന് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും നാം ദൈവത്തിൽ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ലോകത്തിൽ പാപത്തിന്റെ അധീനതയിൽ വീണ് കിടക്കുന്ന കോടി ജനങ്ങളെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ലോകം മുഴുവൻ ഒരു ഉണർവിന്റെ കാലഘട്ടമാണ്. പീഡകളൊക്കെ വർദ്ധിക്കട്ടെ, പീഡകൾ നടക്കട്ടെ. പീഡകൾ എത്ര ഉണ്ടായിരുന്നാലും തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ എന്തെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാലും അധികാര കേന്ദ്രങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, ഭരണകർത്താക്കളെല്ലാം മൗനാനുവാദം കൊടുത്ത് സുവിശേഷത്തെ ഞെരുക്കുവാൻ ശ്രമിച്ചാലും ഇത് ഉണർവിന്റെ കാലഘട്ടമാണ്. താമസിയാതെ കൂട്ടത്തോടെ ജനം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുന്ന നാളുകളാണ്. ലോകരാജ്യങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് എത്താൻ പോവുകയാണ്. ലോകരാജ്യങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിൽ വിവിധ മതങ്ങൾ, വിവിധ മതത്തിൽ നിൽക്കുന്നവർ, വിവിധ ചിന്താഗതികളുള്ളവർ, വിവിധ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന കോടാനുകൂടി ജനങ്ങൾ ഈ ദിവസങ്ങളിൽ മാനസാന്തരപ്പെട്ട് ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ പോകുന്നുവെന്ന ദൈവവചനം നമുക്ക് പഠിക്കാൻ കഴിയുന്നു. ശക്തമായ ദൈവിക ദൂതകൾ ദൈവം നൽകുന്നതാണ്. അതുകൊണ്ട് ഉണർവാണ്. ചെറിയ സഭകൾ തൊട്ട് വലിയ സഭകൾ തൊട്ട് ആത്മാക്കളെ കൊണ്ട് നിറയാൻ തുടങ്ങി. അല്ലെങ്കിൽ സ്നാനങ്ങൾ നടക്കും. അല്ലെങ്കിൽ ജനം തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിന്റെ ഭാഗമായി തീരും. യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന നാളുകളാണ്.
ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്തൊരു കാലഘട്ടം കേരളത്തിലെ ജനത്തിന്റെ ഇടയിൽ നടക്കാൻ പോകുന്നു. അത് ഭാരതത്തിൽ നടക്കാൻ പോകുന്നു, ലോക രാജ്യങ്ങൾ നടക്കാൻ പോകുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിദാസനെ, ഈ വചനമാകുന്ന വിത്ത് വിതയ്ക്കുവാൻ നീ ഒരുങ്ങണം. ഹല്ലേലൂയ. നീ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തിന്റെ വചനത്തെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ കേൾക്കത്തക്ക നിലയിൽ, മറ്റുള്ള ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെടുന്ന പോലെ നീ സുവിശേഷത്തിന്റെ ഒരു വാക്താവായി മാറണം. ലോകം എന്തെങ്കിലും ചെയ്യട്ടെ, അത് നമ്മൾ നോക്കണ്ട. ഹല്ലേലൂയ. പിന്നെ പല രാജ്യങ്ങൾക്കകത്തും ക്രൈസ്തവ വിശ്വാസത്തെ ഉന്മൂലനാശം ചെയ്യുവാൻ വേണ്ടി പലരും രംഗത്ത് വന്നിട്ടുണ്ട്. നിങ്ങളത് കണ്ട് പേടിക്കണ്ട. ദൈവസഭയെ തകർക്കുന്ന, ദൈവമക്കളെ തകർക്കുന്ന, വിശ്വാസത്തെ തകർക്കുന്ന, ക്രൈസ്തവ വിശ്വാസികളെ തകർക്കുന്നവരെ ദൈവം നോക്കിക്കൊള്ളും. നമ്മളതിന് യുദ്ധം ചെയ്യേണ്ട. നമ്മൾ വിതച്ച വിത്തിന് വേണ്ടി കണ്ണുനീരോടെ കരഞ്ഞാൽ മതി. രക്തം ചെയ്യും. നമ്മൾ വിതച്ച വിതയുണ്ടല്ലോ, ആ വിത്ത് വിതച്ച് നമ്മൾ കണ്ണുനീരോടെ കരയണം. കണ്ണുനീരോടെ കരയുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നല്ല നിലത്ത് വിതച്ച വിത്ത് പോലെ നമ്മൾ വിതയ്ക്കപ്പെട്ട വചനം അത് 30, 60, 100 മേനി ഫലം കൊടുക്കത്തക്ക പോലെ കണ്ണുനീർ കൊണ്ട് നനയ്ക്കുവാൻ കഴിയണം. രക്തം ചെയ്യണം. ഇതിവിടെ ഉപവാസം, പ്രാർത്ഥന ആവശ്യമാണ്. ഹല്ലേലൂയ. യേശു നമ്മളെ ഓരോരുത്തരും വിളിച്ചിരിക്കുന്നത് ഈ വചനം വിതയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും പ്രവചനത്തിന് വേണ്ടി പോയിരിക്കുക. വിതയ്ക്കാൻ സമയത്ത് പ്രവചനം കേൾക്കണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രവചനത്തിന് അടിമകളായി പോയത് സ്ത്രീകളാണ്. പ്രവചനത്തിന് അടിമകളായി പോയ സഹോദരിമാരാ. അവർക്ക് എട്ടും പോട്ടും ഒന്നും തിരിയത്തില്ല. വിവേചിക്കാനും ഇതിൽ വിവേചനപരവും ഇല്ല, വിവേകവും ഇല്ല, പരിജ്ഞാനവും ഇല്ല. പ്രവചനത്തിന്റെ പിന്നാലെ പോയി പലരും ബന്ധിക്കപ്പെട്ടു പോയി, കെട്ടപ്പെട്ടു പോയി. ഇനി ആ കെട്ട അഴിയണമെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ദാസന്മാരെ, നിങ്ങൾ കെട്ടപ്പെട്ട് കിടക്കുന്ന ഭവനത്തിനകത്ത് ചെന്നെങ്കിൽ ദൈവവചനം വിതച്ചു കഴിയുമ്പോൾ കള്ളപ്രവാചകന്മാരാൽ കെട്ടപ്പെട്ടു പോയി, ബന്ധിക്കപ്പെട്ടു പോയി കുടുംബങ്ങളെ നിന്ന് കഴിച്ചുകൊണ്ടിരാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് പെന്തക്കോസിന്റെ പേര് പറഞ്ഞ് വെള്ളവുടുപ്പും വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് ഒരുപാട് പേര് പ്രവചനത്തിൽ ഇറങ്ങി. ഇന്നത്തെ കാലം പ്രവാചകന്മാരിപ്പം വെള്ളവസ്ത്രമൊക്കെ മാറ്റി. അത് വെള്ളവസ്ത്രം ധരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാനൊക്കെ ധരിച്ച് ചെയ്യുന്നെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധരിക്കാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന പരിജ്ഞാനത്തിലായിരിക്കണം. ഒരു സുവിശേഷകൻ പരിജ്ഞാനത്തോടുകൂടി നീതിയുടെ വസ്ത്രം ധരിച്ചിരിക്കണം. അല്ലാതെ ഇന്ന് ബെർമൂട ഇട്ടുകൊണ്ടും ബനിയൻ ഇട്ടുകൊണ്ടും പുറത്ത് പടവുള്ളതും നെഞ്ചത്ത് പടവുള്ളതും ടീഷർട്ട് ഇട്ടുകൊണ്ടൊന്നും അല്ല ശുശ്രൂഷിക്കേണ്ടത്. ഹല്ലേലൂയ. നല്ല വസ്ത്രം ധരിക്കണം, നല്ല വസ്ത്രം. അതിന് വില കൂടിയതൊന്നും അതിന് പ്രശ്നമില്ല. നീ വില പറയുമ്പോഴതിന്റെ മഹിമ. നീ ഏത് വസ്ത്രം വേണം ധരിക്കാം. ഹല്ലേലൂയ. ഒരു വിശ്വാസിക്ക് എത്ര രൂപയുടെ സാരി വേണം ധരിക്കാം. പണ്ടിനോട് സഹോദരിച്ചു, പാസ്റ്റർ നമുക്ക് എത്ര രൂപയുടെ സാരി ധരിക്കും? ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു 1,00,000 രൂപയുടെ വിലയുള്ള സാരി മേടിച്ച് ധരിച്ചോളാൻ പറഞ്ഞു. അവരുടെ ഉള്ളിൽ കിടന്നൊരു ചിന്തയാ. ആരൊക്കെ അവരോട് പറഞ്ഞു പഠിപ്പിച്ചതനുസരിച്ച് അവരുടെ ഉള്ളിൽ കിടപ്പോൾ ഒരു എത്ര രൂപയുടെ വിലയുള്ള സാരി ധരിക്കാം. ഞാൻ പറഞ്ഞു, 1,00,000, 2,00,000 ഒക്കെ വില വരുന്ന സാരികളൊക്കെ ഉണ്ടല്ലോ, അത് മേടിച്ച് ധരിക്കും, ഒരു കുഴപ്പമില്ല. അതിനൊന്നും നമ്മുടെ കർത്താവ് ബോധിക്കത്തില്ല. പക്ഷേ നീ 1,00,000 രൂപയുടെ 2,00,000 രൂപയുടെ സാരി മേടിച്ച് ഉടുത്തിട്ട് നീ സഭയിലേക്ക് വന്നിട്ട് ഇത് 2,00,000-ന്റെ-ആണ് 3,00,000-ന്റെ-ആണ് നീ പറയരുത്. അതിന് വില പറയരുത്. അതല്ല അവിടെ നീ ഉടുക്കുന്നത്. അതിന്റെ വില നീ മാത്രമേ അറിയാവുള്ളൂ. ഇത് പൊങ്ങച്ചുമാണ് മനുഷ്യർക്ക് എന്ന് പറഞ്ഞ എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മൾ ദൈവവചനമാകുന്ന വിത്ത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ വിതയ്ക്കണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വാങ്ങി 126 സങ്കീർത്തനം വായിച്ചത്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും എന്ന് പറയുമ്പോൾ ദൈവവചന ശുശ്രൂഷയ്ക്കുള്ള പ്രതിഫലം ഇവിടെ കാണാൻ കഴിയും. ദൈവവചന ശുശ്രൂഷയ്ക്കുള്ള പ്രതിഫലം ഞാൻ എൻ്റെ ചരിത്രഭാഗം കൂടെ നിങ്ങളോട് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. വളരെയധികം അധ്വാനിച്ചെങ്കിൽ മാത്രമേ വിത്ത് വിതപ്പാൻ കഴിയുള്ളൂ. അതിന് വിയർപ്പും കണ്ണുനീരും ഒഴുക്കേണ്ടത് വരും എന്നാ പറയുന്നത്. വളരെ കഠിനാധ്വാനം വിത്ത് വിതയ്ക്കാൻ. പറയും, ഉണങ്ങി കരിഞ്ഞു കിടക്കുന്ന, കറ്റായിട്ട് കിടക്കുന്ന, കാട് കീറി കിടക്കുന്ന, ഉഴുത് മറിച്ചിട്ടില്ലാത്ത ഒരു പാടത്തേക്ക് കൊണ്ടൊന്ന് വിത്തുകൾ വിതച്ചാൽ ആ വിത്തുകൾ വളരുകയില്ല. അത് അവിടെ കിടന്ന് കെട്ടുപോകും. ആ കട്ടകൾക്കിടയിൽ കിടന്ന് കെട്ടുപോകും. അല്ലേ? അതുകൊണ്ട് വിത്ത് വിതയ്ക്കുമ്പോൾ നാം വിതയ്ക്കുന്ന ആ പാടശേഖരത്തെ നന്നായിട്ട് ഉഴുതു മറിച്ച് അതിലെ കട്ടയും കല്ലും എല്ലാം നന്നായിട്ട് മാറ്റി നല്ല ലായനിയാക്കി മാറ്റി. അല്ലേ? വിത്ത് വിതയ്ക്കുമ്പോഴാണ്, ഞാൻ നടുമ്പോഴാണ് പിന്നത്തേതിൽ നല്ല അലിയ ഫലം പുറപ്പെടുവിക്കുന്നത്. അതിന് അധ്വാനം വളരെയുണ്ട്, കണ്ണുനീര് ഒരുപാടുണ്ട്, വേർപ്പൊക്കെ ഒഴുക്കണം. അപ്പം വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടുള്ളതാ. അല്ലേ? അപ്പം അതിന് വിയർപ്പും കണ്ണുനീരും ഒഴുക്കേണ്ടി വരും. അല്ലേ? ഒഴുക്കേണ്ടി വരും.
എങ്കിലും ഒടുവിൽ സന്തോഷത്തോടെ കറ്റയായി മടങ്ങി വരാം എന്ന് നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ അതാണ് 126 സങ്കീർത്തനം അല്ലെങ്കിൽ 6 വാക്യത്തിൽ പറയുന്നത്. നിങ്ങൾ കണ്ണുനീരോടെ വിതച്ചാൽ അതിന്റെ പ്രതിഫലം എങ്ങനെയാണ്? ആ പ്രതിഫലത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ടും നടക്കുന്ന കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. നമ്മളെന്താണ്? വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട് വിതച്ചു. അതിന്റെ പ്രതിഫലം എന്താ ദൈവം തരുന്നത്? കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. 30, 60, 100 മേനി ഫലം തരാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഇവിടെ വചനം ആണ് ഇങ്ങനെ പറയുന്നെങ്കിലും നമ്മുടെ കുടുംബത്തിനകത്ത് എത്രയോ ആളുകൾ, എത്രയോ സഹോദരങ്ങൾ ഇന്നും പാപത്തിൽ, നിന്റെ ഭവനത്തിന് നിന്റെ ഭർത്താവ് മദ്യപാനി, നിന്റെ ഭാര്യ അല്ലെങ്കിൽ വഴിവിട്ടതിന്റെ മക്കൾ ലഹരിക്കടിമ. ഹല്ലേലൂയ. നീ പറഞ്ഞ അനുസരിക്കത്തില്ലാത്ത അനുഭവങ്ങൾ, ദേശത്തിന്റെ മാലിന്യ കൂമ്പാരത്തിനകത്ത് കെട്ടപ്പെട്ട് കിടക്കുന്ന സഹോദര കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരുടെ നിത്യ നരകത്തിലേക്ക് പോകാനിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, നീ ദൈവ വചനത്തിന്റെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഈ വചനം നീ മറ്റുള്ളവർക്ക്, നിന്റെ സഹോദരങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നെങ്കിൽ, അവരുടെ ഹൃദയത്തിൽ ഈ വചനം വിത്തായി നീ വിതയ്ക്കുന്നെങ്കിൽ, എന്നിട്ട് നീ മാറി നിന്ന് കണ്ണുനീരോടെ കരയുന്നെങ്കിൽ, ഹല്ലേലൂയ, ആ വിത്തിന് ദൈവം ജീവൻ കൊടുക്കും. ആ വ്യക്തിക്ക് ദൈവം ജീവൻ കൊടുക്കും. ആ വ്യക്തി കർത്താവിനെ അറിയും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പാപിയും ഹല്ലേലൂയ പാപത്തിൽ മരിക്കരുതെന്ന് ദൈവത്തിന്റെ വചനമാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാ. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നൊക്കെ വചനം പറയുന്നത്. പക്ഷേ നിന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, പാപമോചനം നൽകുവാൻ ഈ ഭൂമിയിലെ യാതൊരു കർമ്മങ്ങൾക്കും കഴിയത്തില്ല. നിങ്ങളുടെ പാപപരിഹാരം നൽകുവാൻ ഇവിടുത്തെ ഒരു മതത്തിന്റെ കർമ്മങ്ങൾക്കും കഴിയത്തില്ല. മതങ്ങൾക്കൊന്നും പാപപരിഹാരം നൽകുവാനുള്ള അതിനുള്ള അധികാരമില്ല. പാപത്തിന് പരിഹാരം നൽകുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. പാപത്തിന് പരിഹാരം നൽകുവാൻ നിന്റെ ജീവിതത്തിന്റെ ഹൃദയത്തിൽ, നിന്റെ ജീവിതത്തിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന കുമിഞ്ഞുകൂടിക്കിടക്കുന്ന പാപത്തിന്റെ കറകളെ, പാപത്തിന്റെ ചേറ്, നിന്റെ ഹൃദയത്തിനകത്തെ ദുഷ്ട ചിന്താഗതികളെ, കഴിഞ്ഞ കാലങ്ങളിൽ നീ ചെയ്തു പോയിട്ടിയ പാപങ്ങളെയെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ യേശുവിനെ ഇവിടെ ഏറ്റുപറഞ്ഞ് നീ നിന്നെ തന്നെ കർത്താവിനോട് സമർപ്പിച്ച് യേശുവിനെ നീ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ, കാൽവറിയിൽ നിനക്ക് വേണ്ടി ഒഴുകപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ നിന്റെ പാപത്തിന്റെ കറകൾക്ക് ശുദ്ധീകരണം തന്ന, ഹല്ലേലൂയ, നിന്നെ ഒരു ദൈവത്തിന്റെ മകനായി മകളായി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നീ പാപിയാണ്. നീ പോകുന്നതെല്ലാം പാപത്തിന്റെ വഴിയിലൂടെയാ. നീ ചെയ്യുന്നതെല്ലാം പാപമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് പലതുണ്ട്, പക്ഷെ ദൈവം അതെല്ലാം അറയ്ക്കുന്നതാണ്. അതുകൊണ്ട് പാപത്തെ നിന്റെ ജീവിതത്തിൽ നീ കൂട്ടാളിയായി കൂട്ടരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിശീലിക്കുക, നമ്മൾ 6 വാക്യത്തിൽ വായിച്ചിട്ട് വിത്ത് എന്ന് പറയുന്നത് വിലയേറിയ വിത്ത് എന്ന് പറയാം എന്നതിന്റെ പരിഭാഷയിലേക്ക് കാണുന്നത്. നമ്മൾ വിതയ്ക്കുന്ന വിത്ത് എന്താ? വിലയേറിയ വിത്ത്. അത് വചനമാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ വളരെ എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച് ചെയ്യുന്ന സുവിശേഷ വേലയെ കണ്ണുനീരോടെ നിങ്ങൾ വിതയ്ക്കണം. കാരണം വളരെ സുവിശേഷ വേല എന്ന് പറയുന്നത് വളരെ എതിർപ്പുണ്ട്. നമ്മൾ വടക്കേന്ത്യയിലേക്ക് നോക്ക്. വടക്കേന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ മണിപ്പൂരിൽ എന്തായിരുന്നു നടന്നത്, ഗുജറാത്തിൽ, ഉത്തർപ്രദേശിൽ എന്താ നടക്കുന്നത്, ഇപ്പോൾ ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും സ്തോത്രം മധ്യപ്രദേശിലൊക്കെ എന്താണ് നടക്കുന്നത്, ബീഹാറിലും പശ്ചിമബംഗാൾ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇവിടെയെല്ലാം വളരെ കഷ്ടതയിലൂടെ, സങ്കടത്തിലൂടെ, കണ്ണീരിലൂടെ ജീവൻ വരെ കൊടുത്ത് രക്തസാക്ഷിത്വം വരെ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടിട്ടും അവർ സുവിശേഷത്തിന് വേണ്ടി കണ്ണുനീരോടെ അവർ ഇറങ്ങി പ്രവർത്തിച്ച് അവർ വിതയ്ക്കുന്ന വിത്തിന്റെ ഫലം ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾക്കകത്തൊരു ഉണർവായി മാറാൻ പോവുകയാണ്. അങ്ങ് നൈജീരിയയിലും സിറിയയിലും അല്ലെങ്കിൽ സുഡാനിലും ഒക്കെ നോക്കിയാലും, ഇന്തോനേഷ്യയിലും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ നോക്കിയാലും, ആഫ്രിക്കൻ ഗ്രാമങ്ങളിൽ നോക്കിയാലും, അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ അനവധി ആളുകൾ തീവ്രവാദികളാൽ അല്ലെങ്കിൽ മരണപ്പെട്ടു. അനവധി ആളുകളെ തട്ടിക്കൊണ്ടുപോയി സുവിശേഷകന്മാരുടെ വീടുകൾ കത്തിച്ച് അവരെ കൊന്നു, മിഷണന്മാരെ കൊന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഈ വചനം നിന്നുപോയിട്ടില്ല. അവിടെ വിതച്ച വിത്തുകൾ മുളയ്ക്കാൻ പോവുകയാണ്. എവിടെയെല്ലാം തകർക്കപ്പെട്ടിട്ടുണ്ടോ ദൈവസഭ, എവിടെയെല്ലാം ദൈവമക്കൾ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ സഭ ശക്തമായി മാറിയിട്ടുണ്ട്. ദൈവജനം നിങ്ങൾ ശത്രുത എതിർപ്പ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ കണ്ണുനീരോടെ ഇരുന്ന് കരയും. ഞങ്ങളുടെ കരച്ചിന്റെ കണ്ണുനീർ, ഹല്ലേലൂയ, ഞങ്ങൾ വിതച്ച വിത്തിന്റെ ഫലമായി, ഹല്ലേലൂയ,
അത് ദൈവം ഞങ്ങൾക്ക് തന്നെ തരും. അതുകൊണ്ടാണ് ഉണർവ് എന്ന് പറയുന്നത്. ഈ ഉണർവിനൊന്നും കെടുത്തുവാൻ ഈ ഒരു സംസ്ഥാന ഗവൺമെന്റിന് കഴിയത്തില്ല. ഉണർവിനെ കെടുത്തുവാൻ ഒരു സംസ്ഥാന ഗവൺമെന്റും ഒരു രാജ്യത്തിനും ഒരു രാജ്യത്തിന്റെ പരമാധികാരിക്കും ഉണർവിനെ കെടുത്താൻ കഴിയത്തില്ല. ദൈവവചനം എന്ന് പറയുന്ന ശുശ്രൂഷ, സുവിശേഷ വേല എന്ന് പറയുന്ന ശുശ്രൂഷ, ഇതൊരു രാഷ്ട്രീയക്കാരൻ്റെതല്ല, ഇതൊരു മതത്തിൻ്റെതല്ല, മത നേതാവിൻ്റെതല്ല, ഇതൊരു സംഘടനയുടെയല്ല, ഇത് മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല. പിന്നെ എന്താണ്? ഇത് ദൈവം തന്നിരിക്കുന്ന ഒരു നിയോഗമാണ്, കൽപ്പനയാണ്. അത് ചെയ്യുന്നത് ദൈവജനമാണ്, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാരാണ് അല്ലെങ്കിൽ ചെയ്യുന്നത്, കർത്താവിന്റെ ശിഷ്യന്മാരാണ്. അവർ അല്ലെങ്കിൽ കണ്ണുനീരോടെ വിതച്ചുകൊണ്ടിരിക്കുക. അത് ഞങ്ങൾ കണ്ണുനീരോടെ വിതച്ചതും ആ വിതയുടെ ഫലമായി ഞങ്ങൾ ഏറ്റ നിന്ദകളും അപമാനങ്ങളും പീഡനങ്ങളും അതിന്റെ മറുപടിയായി പ്രതിഫലമായി ഞങ്ങൾ ആർപ്പോടെ കൊയ്യുന്ന ഒരു ദിവസമുണ്ട്. ആർപ്പോടെ കൊയ്ത് കറ്റ ചുമന്നും അല്ലെങ്കിൽ അലിയ ചുമന്നും ആർത്തും കൊണ്ടും വരുന്ന ഒരു ദിവസമുണ്ട്. അതായിപ്പോ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവവചനത്തിന്റെ ശ്രേഷ്ഠമുണ്ട്. അപ്പം വളരെ എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച് ചെയ്ത് സുവിശേഷത്തിലെ കണ്ണുനീരോടെ വിതയ്ക്കുവാനായി നമുക്ക് കഴിയണം. നശിച്ചു പോകുന്ന മനുഷ്യാത്മാക്കളെ കുറിച്ച് നമുക്ക് കരയുവാൻ കഴിയണം. നശിച്ചു പോകുന്ന മനുഷ്യാത്മാക്കളെ കുറിച്ച് നമുക്ക് കരയുവാൻ കഴിയണം. ആത്മാക്കളെ നേടുവാൻ കഴിയണം. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റും നോക്കി ആയിരക്കണക്കിന് ജനങ്ങൾ മദ്യത്തിനും മയക്കുമിനും ലഹരിക്കും അടിമപ്പെട്ട് ജഡ്ഡിക്ക് വ്യഭിചാര പരസംഗം സകല കാമാർത്ഥികളിലും സകല ഇംഗിതങ്ങൾക്കും തീവ്രവാദ ഭീകരവാദ വർഗീയത ഇതെല്ലാം ചെയ്ത് മനുഷ്യൻ പാപത്തിൽ വീണ് കിടക്കുക, നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനായി മാറി മനുഷ്യൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 49 സംഗതി 20 വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മാനത്തോട് ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. മനുഷ്യൻ, ഹല്ലേലൂയ, മാനത്തോട് ഇരുത്തവൻ മാന്യമായി ജീവിക്കുവാൻ, അവന് മാന്യമായി നടക്കുവാൻ, മാന്യമായി സംസാരിക്കുവാൻ, മാന്യമായി വസ്ത്രം ധരിക്കുവാൻ, മാന്യമായി കുടുംബജീവിതം നയിക്കാൻ വേണ്ടി ദൈവം നമ്മെ അവന് സൃഷ്ടിച്ച് ഭൂമിയിൽ ആക്കി വെച്ചെങ്കിലും മാനത്തോടിരുന്ന നീ വിവേകഹീനനായി കഴിയുമ്പോൾ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാ. ഇന്നത്തെ രാഷ്ട്രീയക്കാരെ കണ്ടുപിടിച്ചാൽ മതി. എല്ലാ രാഷ്ട്രീയക്കാരും അല്ല, കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയക്കാര് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായിരിക്കുന്ന അനവധി നേതാക്കന്മാർ ജനങ്ങളുടെ മുമ്പിൽ വളരെ പ്രാഗൽഭ്യത്തോടെ അല്ലെങ്കിൽ ഗാംഭീര്യത്തോടെ ഇടിമുഴക്കം പോലെ പ്രസംഗിച്ച പല രാഷ്ട്രീയക്കാരും മാനത്തോടിരുന്നവർ വിവേകഹീനനായി നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമായി ഇന്ന് അവരൊക്കെ വ്യഭിചാര കുറ്റത്തിൽ കേസിനുമായിട്ട് നടക്കുക. അവരെല്ലാം പിടിക്കപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അങ്ങനെ ആയിരങ്ങൾ പതിനായിരങ്ങൾ എനിക്ക് നിനക്ക് മുമ്പിൽ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന ദൈവസഭയോട് പറയട്ടെ, ദൈവ മക്കളുടെ ക്രൈസ്തവ സമൂഹത്തോട് പറയട്ടെ, നീ കണ്ണുനീരോടെ വിതയ്ക്കണം. നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ നരകത്തിലേക്ക് പോകുമ്പോ, നരകക്കടലിലേക്ക് എത്തുമ്പോ ആ മനുഷ്യന് വേണ്ടി നീ പ്രാർത്ഥിക്കണം കണ്ണുനീരോടെ. ഹല്ലേലൂയ. ഇത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത്, നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഉപദേശിപ്പാൻ തക്കവണ്ണം പ്രമാണിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. ഞാൻ ലോകാവസാനത്തോടെ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഈ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് മത്തായി 22 18 19 20 ഒക്കെ വായിച്ച് കാണാൻ കഴിയും ഇതൊക്കെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നതിൽ ഞങ്ങൾ ശക്തമായി അതിനെന്തു വിലയും കൊടുത്ത് മുന്നേറാൻ ആഗ്രഹിക്കുന്നു. അത് ഏത് തേനീച്ചക്കൂട്ടിലും കൊണ്ട് ഞങ്ങൾ വചനം വിതയ്ക്കും. തേനീച്ചക്കൂട്ടി കൊണ്ടുവന്ന് വിതച്ചാലത്തെ സ്ഥിതി എന്താ? തേനീച്ചകളെയും കൂടെ ഇളകി വിതയ്ക്കാൻ ചെല്ലുന്നതിനെ തേനെടുക്കാൻ പരിക്കേൽപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും നിറഞ്ഞു നിൽക്കുന്ന ഈ തേനീച്ചകൾക്ക് സമാനമായി നിൽക്കുന്ന, ആരെയും കുത്തി മുറിവേൽപ്പിച്ച് അവന്റെ ജീവനെ അപഹരിക്കുന്ന തേനീച്ചകളെ പോലെ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയതായിട്ട് നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ വചനം വിതയ്ക്കും. ഞങ്ങൾക്കത് പേടിയൊന്നുമില്ല. നീ തേനീച്ച ഇളകുന്ന പോലെ ഇളകി വന്നാലും ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടിവിക്കുമെന്ന് 34 സംഗതി 8 9 വാക്യം കാണാൻ കഴിയും. 8 കാണാൻ കഴിയും. അപ്പുറത്തുണ്ട്. ഹല്ലേലൂയ. അപ്പൊ തേനീച്ചക്കൂട്ടിലും ഹല്ലേലൂയ ഞങ്ങൾ എന്ത് ചെയ്യും? വിതയ്ക്കാൻ നോക്കും തീവ്രവാദികളുടെ നടുവില്. ഹല്ലേലൂയ. അതായത് എതിർപ്പുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എതിർപ്പും വെല്ലുവിളിയൊക്കെ ഉണ്ട്. കണ്ടില്ല, മുമ്പിൽ നിന്ന് മരണത്തെ
എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളെ തോക്ക് അവരുടെ കഴുത്തുമേൽ വെച്ച് തോക്ക് പെടലിക്ക് വെച്ചുകൊണ്ട് സ്തോത്രം വലിയ വട്ടിവാളുമായി വലിയ വെട്ടരുവാളുമായി യേശുക്രിസ്തുവിനെ തള്ളിപ്പറ നിനക്ക് നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാം എന്ന് പറഞ്ഞിട്ടും യേശുവിനെ തള്ളിപ്പറയാതെ ജീവൻ പോയാലും യേശു മതി എന്ന് പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ രക്തസാക്ഷികളായി മാറിയ ഞങ്ങളുടെ അനവധി ദൈവ ഭക്തന്മാരുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അല്ലേല് അവരൊക്കെ നിത്യതയിൽ കർത്താവിനോട് കൂടി വിശ്രമിക്കുമ്പോൾ അവരെ കൊന്ന ദുഷ്ടന്മാർ, തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും സകല എണ്ണവും നരകത്തിൽ. അല്ലേലിയ. ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കിയ, ക്രൈസ്തവ സമൂഹത്തെ ഇല്ലായ്മ ചെയ്ത സകല നരാധന്മാരും കിരാതന്മാരും എല്ലാ തീവ്രവാദികളും ഭീകരവും വർഗീയവാദികളുടെ അവസാനം കെടാത്ത തീയും ചാകാത്ത പുഴുവും കത്തുന്ന ചാകാത്ത പുഴുവുമുള്ള കെടാത്ത തീയും ചാകാത്ത പുഴുവുള്ള നരകക്കടലിലായിരിക്കും. അല്ലേലിയ. ഞങ്ങൾ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രൈസലോ. അല്ലാതെ സുവിശേഷന്മാരെയും മിഷണന്മാരെ ക്രൈസ്തവ സമൂഹത്തെ കൊന്നിച്ച് നീ സ്വർഗത്തിൽ പോകാമെന്ന് നിന്റെ ജീവിതത്തിൽ നീ ചിന്തിക്കരുത് കേട്ടോ. അത് നിന്റെ മഞ്ഞളിച്ച സ്വഭാവമാണ്. അതാ മാനത്തോടിരുന്ന മനുഷ്യൻ വിവേകഹീനനായി കഴിഞ്ഞപ്പോൾ നശിച്ചു പോകുന്ന മൃഗത്തിന് സമാനമാണ് ഈ തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ. മൃഗങ്ങളാണ്, മൃഗങ്ങൾ. സുവിശേഷത്തിന് വിരോധമായി സുവിശേഷത്തെ എതിർക്കുന്ന ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്ന, പരസ്യയോഗത്തിന് വേണ്ടി ഇറങ്ങി വരുമ്പോൾ അവരെ ആട്ടിക്കൂട്ടിക്കുന്ന, മൈക്ക് പിടിച്ചു മേടിക്കുന്ന, മൊബൈൽ പിടിച്ചു വാങ്ങുന്ന, അവരെ അസഭ്യം പറഞ്ഞ, അവരുടെ കന്നത്തടിക്കുന്ന ആളുകളെ കുറിച്ച് വേദപുസ്തകം പറഞ്ഞതാണ് മാനത്തോടിരുന്ന മനുഷ്യനവൻ. പക്ഷെ അവൻ വിവേകം നഷ്ടപ്പെട്ട മൃഗമായി മാറി. 19-20 വാക്യം വായിച്ചാൽ മതി. എന്നാലും ഞങ്ങൾ വിതച്ചുകൊണ്ടേയിരിക്കും. വചനം വിതച്ചുകൊണ്ടേയിരിക്കും. വിതയ്ക്ക് മാത്രം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾ നഷ്ടപ്പെട്ട് നരകത്തിൽ പോകരുത്. ഒരുപക്ഷെ നിങ്ങൾ ഞങ്ങളുടെ എതിരാളികളായിരുന്നാൽ പോലും നിങ്ങൾ നരകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവ് യേശുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചുകൊണ്ട് ദൈവ കൽപ്പനകൾ സ്നാനം സ്വീകരിച്ചു വിശുദ്ധ ജീവിതം നയിക്കണം. ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷൻ ദൈവമയത്തിൽ വിശുദ്ധയെ തികച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനായി നിങ്ങൾ കാത്തിരിക്കണം. അങ്ങനെ നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ച് നിത്യതയിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങളോട് ഞങ്ങളുടെ കർത്താവ് പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അതെ, ഈ പ്രതികൂലത്തിന് നടുവിൽ സുവിശേഷം വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ നരകാഗ്നിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. താങ്കൾ നരകക്കടലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നോട് കഴിഞ്ഞ ഒരു ദിവസം ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടത്തില്ലേ? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ തരാം, ഞങ്ങൾക്ക് എന്താ പൈസ ഉണ്ടാകുന്ന മരം വല്ലതും ഉണ്ടോ? ചിലരൊക്കെ ചിന്ത ഏതാ? സുവിശേഷം പ്രസംഗിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടല്ല. നല്ല സമ്പന്നന്മാരിട്ട് സുവിശേഷം പണത്തിന് വേണ്ടിയിട്ടല്ല. ഞങ്ങളൊക്കെ സാധാരണ അന്നൊന്ന് കഴിഞ്ഞു പോകുന്നത്. ഇത് പണത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? പാപത്തിൽ വീണ് കിടക്കുന്ന, ശാപത്തിൽ വീണ് സമാധാനമില്ലാതെ രോഗത്തിൽ ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുന്ന, നിത്യത എന്തെന്നറിയാതെ, ദൈവരാജ്യം എന്താണ്, സ്വർഗം എന്താണെന്നറിയാതെ പാപത്തിന്റെ കുഴിയിൽ വീണ് കിടക്കുന്ന നിന്നെ അതിൽ വിടുവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ വിതയ്ക്കുന്നതാണ്. ആ വിതയുടെ അനുഭവത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പണം ഉണ്ടാക്കുന്നതില്ല കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഈ വചനം പറയുന്നത് അതിരാവിലെ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ആ പ്രാർത്ഥനയോടുകൂടി കണ്ണുനീർ ഉണ്ടായിരിക്കണം. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി, ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ദൈവം തരും. കണ്ണുനീരോടെ വിതയ്ക്കുന്ന ആ വിത്തിന് ഫലം എന്ന് പറഞ്ഞവരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഫലം തരും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവവചനം പറയുന്നത് ഹല്ലേലൂയ, അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കണം, ഫലം നൽകും. കാരണം വിതയ്ക്കുന്നവൻ വിതച്ചിട്ട് വിശ്രമം എതിർക്കുകയില്ല. അതിന് വെള്ളമൊഴിക്കണം, ഞാറ് പിഴുതെടുത്ത് വയലിൽ മനോഹരമായി നടണം. അതിന് കളയെടുക്കണം, കിളയ്ക്കണം, പുഴുക്കൾ അരിക്കാതെ വണ്ണം കാത്തു സൂക്ഷിക്കണം. എത്രയോ പ്രയാസങ്ങളാണ്. പാടത്ത് വിതച്ചിട്ട് കതിര് പൊങ്ങി അത് ഫലം തരുന്നിടം വരെ വിതക്കാരൻ എത്ര കഷ്ടപ്പെടണം. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം. ഹല്ലേലൂയ. സ്തോത്രം. വിത്ത് വിതയ്ക്കണം, വയലിൽ വിത്ത് വിതയ്ക്കണം. വിതയ്ക്കുന്നത് മുളച്ചെഴുമ്പൻ വെള്ളമൊഴിച്ച് ഞാറ് പറിച്ചെടുത്ത് മനോഹരമായി കൊണ്ട് നട്ട് അതിന് കിളയ്ക്കണം. ഹല്ലേലൂയ. കളയെടുക്കണം, പുഴുക്കൾ അരിക്കാതെ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ അത് നല്ല ഫലം കിട്ടത്തുള്ളൂ. രക്തം ചെയ്യണം. അതുപോലൊക്കെ തന്നെ സുവിശേഷ വേല.
പലരും ഇത് വയറ്റിപ്പഴുപ്പിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അല്ലേ? ഞങ്ങൾ വയറ്റിപ്പഴുപ്പിന് ചെയ്തില്ല, ഞങ്ങളെ രക്ഷിച്ച ദൈവത്തെ ഞങ്ങൾ വിളിച്ചു പറയുക. ഞാനൊക്കെ പാപത്തിന്റെ ചെളിയിൽ പാപത്തിൽ വീണ് കിടന്ന നരകത്തേക്ക് വേണ്ടി വിധിക്കപ്പെട്ട നരകത്തിലേക്ക് എന്റെ ജീവിതം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആരൊക്കെയോ വിതച്ച വിത്തുകൾ എന്റെ ഹൃദയത്തിൽ വന്നതുകൊണ്ട് ആ വചനം എന്റെ ഉള്ളിൽ വന്ന് അവർ കണ്ണതിലൂടെ ആ വചനത്തെ വിതച്ചു, ആ വചനത്തിന് വേണ്ടി അലരിയ നനച്ചു എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നത്തേതിൽ എന്തായി സംഭവിച്ചു? എന്റെ ഉള്ളിലേക്ക് വന്ന വചനം, ആ വിത്ത് ജീവൻ പ്രാപിക്കാൻ തുടങ്ങി. ആ വിത്തന്റെ ഉള്ളിൽ വളരാൻ തുടങ്ങി, വചനം വളരാൻ തുടങ്ങി. വചനം വളർന്നു വന്ന് കഴിഞ്ഞപ്പോൾ അല്ലരിയ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ ഹൃദയം കൊടുത്തു. ആ സന്തോഷമായി സുവിശേഷം പ്രസംഗിക്കുന്നത്. അല്ലേ? സുവിശേഷം നിങ്ങളെ ഒന്നും നശിപ്പിക്കുന്നില്ല, സുവിശേഷം നിങ്ങളെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്ന. ഒരു സുവിശേഷം അറിഞ്ഞ വ്യക്തിയും പാപത്തിൽ മരിക്കാൻ പാടില്ല. അല്ലേ? ഇനി സുവിശേഷം അറിയാത്ത വ്യക്തിയും പാപത്തിൽ മരിക്കാൻ പാടില്ല. അല്ലേ? സുവിശേഷം അറിയാത്തവൻ സുവിശേഷം അറിയണം, സുവിശേഷം അറിഞ്ഞവൻ വിശുദ്ധി ജീവിക്കണം. രക്താൻശയം. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനമാണ് നമുക്ക് അതങ്ങനെ കാണാൻ കഴിയുന്നത്. എത്രയോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു കൊയ്ത്ത് നടക്കുന്നിടം വരെ ആ കൊയ്ത്തുകാരൻ, ആ വിതക്കാരൻ നേരിടണം. എന്തെല്ലാം പ്രശ്നങ്ങളെ, എങ്കിൽ മാത്രമേ ആ മനുഷ്യന് അല്ലെങ്കിൽ നല്ല ഫലമെടുക്കാൻ കഴിയത്തുള്ളൂ. അതുപോലെ ആരെല്ലാം വിതച്ചാലും ആരെല്ലാം കണ്ണുനീർ ഒഴുക്കിയാലും അവയെല്ലാം ഫലവത്താക്കുന്നത് ദൈവം ഒരാൾ മാത്രമാണ്. നമ്മൾ എത്ര വിതച്ചാലും എത്ര കണ്ണീരൊഴുക്കിയാലും അതിനെല്ലാം ഫലം തരുന്നത് കർത്താവാണ്. അല്ലേലിയ. ദൈവത്തിൽ ആശ്രയിക്കണം നമ്മൾ. അല്ലേലിയ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. അതെ, നാം വിതച്ച വിത്തിന് വേണ്ടി അത് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി, അത് വളർന്ന് വലിയ വൃക്ഷമായി മാറാൻ വേണ്ടിയിട്ട് വിതച്ചിട്ട് നമ്മൾ കണ്ണുനീരോടെ കരയണം, പ്രാർത്ഥിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം, മനുഷ്യനിൽ ആശ്രയിക്കാൻ പാടില്ല. ലേരിയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയാ. അപ്പൊ നമ്മൾ സ്വതന്ത്രം ഫലം കർത്താവ്, അവനാണ് ആ കൊയ്ത്തിന്റെ യജമാൻ. ആര്? കർത്താവാണ് കൊയ്ത്തിന്റെ യജമാന്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ മക്കളെ വളർത്തി വചനപ്രകാരം ജീവിക്കുവാനായി അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കണം. കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുന്നുണ്ടല്ലോ, അവരെ ദൈവകൃപയിൽ വളർത്തണം, വചനം പറഞ്ഞു കൊടുത്ത് വളർത്തണം, അവരെ മാനസാന്തര നയിക്കണം. അല്ലാതെ മൊബൈലും എടുത്തു കൊടുത്തങ്ങോട്ട് നിന്റെ മക്കളെ മാറ്റി ഇരുത്തിയാൽ അവൻ വളർന്നു വരുമ്പോൾ കള്ളുകൂടിയനായി മാറും. നിന്റെ മക്കളെ നീ വളർത്തും, നിന്റെ മക്കൾ ചെറുപ്രായത്തിൽ നീ കള്ളു കൂറ്റി കൊടുത്ത് പുകയും കൊടുത്തിട്ട് ലഹരി കൊടുത്ത മക്കളെ വളർത്തരുത്. അവന് ഭക്തിയുപദേശത്തിൽ തന്നെ വളർത്തണം. അവൻ വളർന്നു വരുമ്പോൾ വിശുദ്ധനായി നല്ലവനായി ജീവിക്കും. അല്ലെങ്കിൽ നിന്റെ മക്കൾ ഇന്ന് MDMA മറ്റുള്ള എല്ലാ കഞ്ചാവും എല്ലാ ലഹരി അടിച്ചോ കാണത്തില്ല നിന്റെ മക്കള്. ഇന്നത്തെ കാലത്ത് തലമുടി വെട്ടി വലിയ സ്തോത്രം അലിയ ഈ പഴുതാര തേള് എന്ത് വേണ്ട എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അല്ലേ? സ്തോത്രം. നമ്മൾ മാന്യമായിട്ട് ഇതെല്ലാം ചെയ്യണം. പ്രൈസറോ. മാന്യമായ രീതിയിലെല്ലാം ചെയ്യും. ഒരിക്കലും കർത്താവ് നമ്മൾ കോപിക്കത്തില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ചെയ്യേണ്ടത് മക്കളെ ശ്രേഷ്ഠന്മാരെയാക്കി എടുക്കണമെങ്കിൽ ദൈവവചനം അവർക്ക് പറഞ്ഞു കൊടുക്കണം. കർത്താവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, സൃഷ്ടാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അവരെ വചനത്തിൽ വളർത്തണം, പത്യോപദേശത്തിൽ വളർത്തണം. അല്ലേ? അല്ലാതെ അപ്പനും മക്കളും എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് കള്ളു കുടിച്ച് പിന്നത്തേത് മക്കള് കള്ളുകുടിനായി കഴിയുമ്പോൾ അയലത്തെ കൊച്ചിലെത്ത മക്കിട്ട് കയറുന്ന നല്ല പരിപാടി കേട്ടോ. അല്ലേ? സ്വതന്ത്രം. വചനം പഠിക്കണം, വചനത്തെ നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നിന്റെ മക്കളെ ശ്രേഷ്ഠന്മാരാക്കി എടുക്കണം, ഉന്നത അവകാശികളാക്കി മാറ്റണം, ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുവരണം. അവർക്ക് ഉന്നതമായ ജീവിത ശൈലികൾ കാട്ടിക്കൊടുക്കണം. അല്ലേ? അവർ നിങ്ങളുടെ കണ്ടുകൊണ്ടതിനെ അവർ ശ്രേഷ്ഠന്മാരായി ജീവിക്കുന്നത് കാണാൻ കഴിയണം. അല്ലേലിയ. സ്തോത്രം. അങ്ങനെ വന്നാൽ നിന്റെ ഭാര്യ, അല്ലേലിയ, നിന്റെ ഭാര്യ നിന്റെ മേശയ്ക്ക് ചുറ്റും, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത്. അത് 128 സങ്കീർത്തനം വായിക്കും. 128 സങ്കീർത്തനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 128 സങ്കീർത്തനം അതിന്റെ അല്ലേലിയ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വഴി. എന്നിട്ട് പറയാം, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായി മുന്തിരിവള്ളിയും നിന്റെ മക്കൾ നിന്റെ മേശയിട്ടു ഒരു തൈകൾ പോലെയും ഇരിക്കണമെങ്കിൽ അവന് ചെറുപ്രായത്തിൽ തന്നെ ഭക്തിയുപദേശത്തിൽ വളർത്തണം, വചനം പറഞ്ഞു കൊടുത്ത് വളർത്തണം. ഈ കാണുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ മുട്ടിന് കള്ള് ഷാപ്പുകളും മുട്ടിന് ബാറുകളും മുട്ടിന് ബീവറേജുകളാ. അല്ലേ? സ്തോത്രം. മുട്ടിനാ അല്ലെ? വളർന്ന് കൂടിക്കൊണ്ടിരിക്കുക, കുറയുന്നില്ല.
ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ വീടില്ലാതെ കിടക്കുന്നു, ഒരു തുണ്ട് ഭൂമിയില്ലാതെ. സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യന് അല്ലെങ്കിൽ സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യന് വീട് വെക്കാൻ സർക്കാർ കൊടുക്കുന്ന 4 ലക്ഷം രൂപ 4 ലക്ഷം രൂപ കൊണ്ട് അത് പല തവണയായിട്ട് കൊടുത്ത് അവരുടെ കൈ കിട്ടുമ്പോൾ തുച്ഛമായിട്ട് കിട്ടും. അതുകൊണ്ട് ഒരു വീട് വെച്ച് കട്ടളപ്പൊക്കം പോലും ആക്കാൻ കഴിയാതെ അനവധി വീടുകൾ ഇവിടെ കിടപ്പുണ്ട്, അനവധി ആളുകൾ. അങ്ങനെ അവരുടെ വീടുകൾ പണിത് പൂർത്തീകരിച്ച് അവരുടെ അടുത്ത് കയറി താമസിക്കാൻ അവസരം കൊടുക്കുകയല്ല സർക്കാരും മറ്റുള്ളവർ ചെയ്യുന്നത്. ബാറുകളിൽ എണ്ണം കൂട്ടുന്നു, ബീവറേജിന്റെ എണ്ണം കൂട്ടുന്നു, കള്ള് ഷാപ്പുകൾ എണ്ണം കൂട്ടുന്നു. ഒരു കൂട്ടം മദ്യരൂപികൾ വളർച്ച പ്രാപിക്കുന്നു, ഉന്നതന്മാരായി മാറും. എന്നിട്ട് നിന്നെയൊക്കെ വശീകരിച്ചെടുത്തിട്ട് നിന്നെയൊക്കെ കള്ള് ഷാപ്പിന് മുമ്പിലും ബാറിന്റെ ബീവറേജിന് മുമ്പിൽ നിന്റെ കയ്യിലെ പൈസമാരെ അപകരിച്ചെടുക്കും. നിന്റെ മക്കളെ തകർക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിന്റെ മക്കളെ, നിന്റെ വളർന്നിരുന്ന മക്കൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്ത് 10-20 അവരെ വളർത്തിയെടുത്താൽ അവന് ഒരു കള്ള് ഷാപ്പിലും പോയിരിക്കത്തില്ല, ബാറിലും പോയിരിക്കത്തില്ല, ഒരു ബീവറേജിന് മുമ്പിൽ പോയി ക്യൂ നിൽക്കത്തില്ല. അല്ലേ? ബീവറേജിന്റെ മുമ്പിലൊക്കെ ക്യൂ നിൽക്കുന്നത് കണ്ടാൽ ഇതാണ്ട് വലിയ ഐസുകാരൻ നിൽക്കുന്ന പോലെ. ബീവറേജിന്റെ മുമ്പിൽ പോയി നിൽക്കുക, വലിയ അധികാരത്തോടെ വലിയ അന്തസ്സോടെ നിൽക്കുന്ന അവനെന്തോ വലിയ പുള്ളിയാണെന്നാ. നിനക്ക് കാശിന്റെ വിലയില്ല കേട്ടോ. അല്ലേ? രക്തം ചെയ്യും. നിന്റെ മക്കളെ നേരായ രീതി വളർത്തണം. അങ്ങനെ മക്കൾക്ക് 10 ഉപദേശിച്ച് വളർത്തിയാണ് നിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ ബുദ്ധിവിളി നിന്റെ മക്കൾ നിന്റെ മേശവിട്ട് ഒലി വിതകൾ ഇപ്പോൾ സംഗീതക്കാരൻ പറയുന്നത്. അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അല്ലേ? ദൈവത്തെ അറിയണം. സൃഷ്ടാവായ ദൈവം ആരാണ്? സൃഷ്ടാവിനെ അറിയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ സൃഷ്ടമായ ദൈവത്തെ അറിയുന്നതാ, യേശുവിനെ അറിയുന്നതാ. അല്ലേ? നിങ്ങളുടെ മക്കളെ പരീക്ഷയ്ക്ക് അയക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചയക്കണം. നിങ്ങളുടെ മക്കളെ പരീക്ഷയ്ക്ക് അയക്കുമ്പോൾ പ്രാർത്ഥിച്ചയക്കണം. നിങ്ങളുടെ മക്കളെ ജോലിക്ക് അയക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചയക്കണം. അവർക്ക് വേണ്ടി കണ്ണുനീരോടെ കരയണം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ കരയണം. അല്ലേ? എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഭർത്താവിനോട് പറയണം, വൈകിട്ട് ജോലി ചെയ്തിട്ട് മദ്യപിക്കാതെ വീട്ടിൽ വരണം. ഇനി മദ്യപിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് മദ്യക്കുപ്പി എടുത്ത് പുറത്തെറിയാനുള്ള ചങ്കൂറ്റം നീ കാണിക്കണം സഹോദരി. അല്ലാതെ ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്ന മദ്യക്കുപ്പി വീട്ടിനകത്ത് മേടിച്ചു വെച്ചിട്ട് ഭർത്താവും ഭാര്യയും മക്കളെ കുടിച്ചിട്ട് കൂത്താടുന്നതല്ല ജീവിതം കേട്ടോ. എത്രയോ കുടുംബങ്ങൾ അങ്ങനെ തകർന്ന് തരിപ്പണമായി കിടക്കുക, അനവധി കുടുംബങ്ങൾ. അല്ലേ? എന്റെ ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുമ്പോൾ നീ കണ്ണീരോടെ കരയണം. എന്റെ ഭാര്യ ജോലിക്ക് നീ കരയണം. മക്കൾ പോകുമ്പോൾ നീ കരഞ്ഞ് പ്രാർത്ഥിച്ചു പോകണം, വൈകിട്ട് സുബോധത്തോടെ വീട്ടിൽ വരാൻ. അല്ലേ? സ്തോത്രം. അല്ലേ? വല്ലവരുടെ കയ്യെ പറ്റും. നീ കരഞ്ഞ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പല യൗവനക്കാരും പല ചെറുപ്പക്കാരും പല ആൾക്കാരെയും കാണില്ല. രാവിലെ ജോലിക്ക് പോവുക, ജോലിക്ക് പോയി ജോലി സ്ഥലത്ത് എത്തത്തില്ല, വഴിയിൽ പോയി എവിടെയും നോക്കി നിന്ന് പിന്നെ പങ്കിട്ട് കുടിച്ചിട്ട് പലരും കയ്യെ പറ്റിയിട്ട് വീട്ടിലേക്ക് വരിക. അല്ലേ? സ്തോത്രം. അങ്ങനെ ഒത്തിരി പേരെ കാണാറുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളുടെ സ്ഥിതി ഇങ്ങനായിരുന്നു. പ്രൈസറോ. അതുകൊണ്ട് അനുഭവത്തിലൊക്കെ പറയുന്നേ. രക്തം ചെയ്യും. വചനത്തിൽ വളരണം. നല്ല നിലത്ത് വിതയ്ക്കുന്നവൻ അവൻ നല്ല ഫലം കണ്ണുനീരോടെ വിതയ്ക്കണം. വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട് നടന്ന് അവൻ കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരും. ഇത് ദൈവവചനമാ. അല്ലേ? നിന്റെ ഏത് താഴ്ചയിലും ദൈവത്തിനെ ഉയർത്താൻ ശക്തനാ. നിന്റെ ഏത് പ്രതികൂലത്തിലും ദൈവത്തിനെ ഉയർത്താൻ ശക്തനാ. നീ കടന്നു പോകുന്ന മേഖലകളിൽ ദൈവം നിന്നെ മാനിച്ചുയർത്തും. അല്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, സമയോചിതമായി നിങ്ങൾ ഓരോ കാര്യങ്ങളിൽ ക്രമീകൃതമായി ചെയ്താൽ അല്ലേ നിങ്ങൾ സന്തോഷമായി മാറും. ഒരു അമ്മയുടെ 5 മക്കളും വളർന്ന ഉയർന്ന നിലയിൽ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ട് ഉയർന്ന മാർക്ക് വാങ്ങി പഠിച്ച് എല്ലാവരും ഒരുപോലെ ഒരേ നിലയിൽ ഉന്നത നിലവാര ജോലിയിലേക്ക് വത്തിയിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് കേട്ടോ. അല്ലേ? എന്തുകൊണ്ടാ? മാതാപിതാക്കൾ കണ്ണീരോടെ വിതച്ചു. ചില ആളുകൾ പറയും ഞങ്ങൾക്ക് ഒരുപാടുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് പേര്. എന്നെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ ഞങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ പണം. നിങ്ങൾ പറയുന്ന പോലെ അല്ല അതൊക്കെ. നിങ്ങൾ പുറത്തുനിന്ന് അസൂയ വിളിച്ചു പറഞ്ഞ ഇനി ഞങ്ങളുടെ ആൾക്കാർക്ക് എന്തെങ്കിലും ഉണ്ട്. അവരുടെ അപ്പനമ്മമാർ കണ്ണീരോടെ വിതച്ചവരുടെ മക്കളെ 10 ഉപദേശിച്ച് വളർത്തി. പിന്നത്തെ ദൈവനെ മാനിച്ചു. അവർക്ക് 30 പറവും 100 മീനി കൊടുത്തു. അത് കണ്ട നീ അഹങ്കരിച്ചിട്ട് കാര്യമില്ല, നീ കണ്ണു കടിച്ചിട്ട് കാര്യമില്ല, നീ പിറുവിറുത്തിട്ട് കാര്യമില്ല. നിനക്കുമാകുമല്ലോ ഇതൊക്കെ, നിനക്കുമാകുമല്ലോ. സ്തോത്രം. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അതുകൊണ്ട് വചനം പറയുകയാണ്, അല്ലെ? വചനം പറയുകയാണ്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ കണ്ണുനീരോടെ വിതയ്ക്കുന്ന ആർപ്പോടെ കൊയ്യും. അതിന്റെ പ്രതിഫലം എന്താണ്? അല്ലെ? കണ്ണുനീരോടെ വിതയ്ക്കുന്ന ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചുകൊണ്ട് നടക്കുന്നു. അതിന്റെ പ്രതിഫലമാണ് കറ്റ ചുമന്നും ആർത്തും കൊണ്ടും വരുന്നു എന്നുള്ളത്. അല്ലേ?
ഇതിനകത്തൊരു വിത്ത് വിതച്ച് 100 മേനി ഫലം കിട്ടിയ ഒരു വ്യക്തിയെക്കുറിച്ച് ഉൽപ്പത്തി ദിവസം 26-12 വായിക്കുന്നുണ്ട്. ഇസ്ഹാക്കിനെ കുറിച്ച്. ഇസ്ഹാക്ക് ആ ദേശത്ത് വിത്ത് വെച്ചു, അത് 100 മേനിയായി പിളഞ്ഞു, അവൻ വർദ്ധിച്ച് മഹാധനവാനായി. നീ വിതച്ചു നോക്ക്. അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിത, ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് പോകരുത്, ലോകത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് പോകരുത്. വചനം നീ പഠിക്കുക, വചനം നിന്റെ മക്കളെ പഠിപ്പിക്കുക, മാനസാന്തരം പടയുക. അതിന്റെ ജടികമായ ജീവിതം വിട്ടിട്ട് സത്യ സുവിശേഷത്തിന്റെ പങ്കാളിയായി മാറണം. സൃഷ്ടാവായി ദൈവം ആരും തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. വളരെ താഴ്മയോട് കണ്ണുനീരോട് കൂടെ യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്ക് ഉണ്ടായ കഷ്ടങ്ങളും കൂടെ കർത്താവിനെ സേവിച്ചു വന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തല പ്രവൃത്തി ദിവസം 20:19 രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് ഉപദ്രവങ്ങൾ, പീഡകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒരുപാട് അനുഭവിച്ചിട്ടും കണ്ണതിലൂടെ പൗലോസ് കുരിന്തിലും എഫെസോസിലും കൊലോസിലും ഫിലിപ്പിയിലും ഒക്കെ വചനം വിതച്ചു. പിന്നത്തേതിൽ ആ വചനമൊക്കെ വിളഞ്ഞ് അവിടെയൊക്കെ ദൈവം ശക്തമായി സഭകളെ കൊടുത്തു. ഭാരതത്തിൽ ഇത് തന്നെ സംഭവിക്കുന്നത്. ഇപ്പോൾ ലോകരാജ്യങ്ങൾ സംഭവിക്കും. ദൈവമക്കൾ കണ്ണുനീരോടെ വിതയ്ക്കുന്നു, അവർ അതിനുവേണ്ടി കരയുന്നു, ഉപവസിക്കുന്നു. അത് ഫലം കായ്ക്കുന്നു, സഭ പെരുകുന്നു, സഭ നിറയെ ഉണർവുണ്ടാകുന്നു. അതിനെ തടയാൻ ഒരു ഗവൺമെന്റിന് കഴിയില്ല, ഒരു തീവ്രവാദിക്കും കഴിയില്ല. സഹോദര, നിങ്ങൾ കുറിച്ചു വെച്ചു. ഞാൻ സഭകൾ വിശാലമായി തീരും. ഓടി ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ഓടിയെത്തുന്ന നാളുകൾ വന്നു കഴിഞ്ഞു. അതിലേക്ക് സ്തോത്രം. നിന്റെ കുടുംബത്തിൽ നിന്ന് പലരെയും ദൈവം വിളിച്ചു വേർതിരിക്കും. നിന്റെ കുടുംബത്തിൽ നിന്ന് പലരെയും ദൈവം വിളിച്ചു വേർതിരിക്കും. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഈ വധം കേട്ടുകൊണ്ട് സകല ജനത്തെയും കർത്താവ് ഈ ലോകത്തിന്റെ മദ്യത്തിനും മദ്യമയക്കും പാപത്തിനും ശാപത്തിനും ഈ ലോകത്തിന്റെ ജനികമായ സുഖങ്ങൾ വീണ്ടുകിടക്കുന്ന കൂടാനുകൂടി ജനം ശൈശവത്തിൽ ഭാര്യ കൗമാരി യൗവനത്തിൽ ചോട്ടയിലായിരിക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളിലോട്ട് കൊട്ടാരത്തിൽ വരാം ന്യായാധിപന്മാരെയും ഭരണാധിപന്മാരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് ഈ ജനം മാനസാന്തരപ്പോൾ മുടങ്ങി വന്ന് വിശുദ്ധ ചിതയിപ്പാൻ ഈ ജനത്തെ ആത്മകണ്ണ് തുറക്കണമേ. നല്ല നിലത്ത് വിതച്ച വിത്ത് 30-100 മേനി ഫലം കായ്ച്ചതുപോലെ ഈ ജനം മടങ്ങി വരേണ്ടനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും വിടിവിക്കാൻ അനുഗ്രഹിക്കപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.